പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാർത്തയുണ്ടല്ലോ സിന്ധു, അതും ഒരു 30 മിനിറ്റ് വീഡിയോൻ്റെ 1 മിനിറ്റ് ഭാഗമാണ് ഇവിടുത്തെ പോപ്പുലർ മീഡിയ അടക്കമുള്ള എല്ലാവരും ഒരു കോണ്ടെക്സ്റ്റും ഇല്ലാതെ, ഒരു ക്രോസ് ചെക്കിങ്ങും ഇല്ലാതെ, കോർട്ട് ഗാഗ് ഓർഡർ ഉള്ള ഒരു സ്ത്രീയുടെ ചെന്നൈ ഹൈക്കോർട്ട് അൺഹിഞ്ച്ഡ് ആൻഡ് റിലയബിൾ സോഴ്സ് എന്ന് വിളിക്കുന്ന ഇവരുടെ ഒരു സാധാരണ ഒരു യൂട്യൂബ് വീഡിയോ, അതിൽ അവർ പറയുന്നുണ്ട്, എനിക്കറിയില്ല, ഞാൻ എവിടെയോ ഒരു റിപ്പോർട്ട് വായിച്ചു എന്ന് അവർ തന്നെ പറയുന്നുണ്ട് ആ വീഡിയോയിൽ. ഒരു രീതിയിലും റിലയബിൾ അല്ലാത്തൊരു സോഴ്സിൽ നിന്ന് വന്ന ഈ ഒരു വാർത്ത എല്ലാ മെയിൻ മീഡിയയും ഈ രീതിയിൽ ക്യാരി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പെയ്ഡ് ആണോ, ഇത് പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്നുള്ളതൊക്കെ ബാക്കി കേരളം വായിച്ചെടുക്കട്ടെ. അതിനും വലിയൊരു മൂവ്മെന്റിന്റെ ഭാഗമായി ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ഞാനിവിടെ വന്ന് സംസാരിക്കുന്നത് സിന്ധു. പക്ഷെ ഇതിനു മുന്നൊന്നും ഞാനിങ്ങനെ പ്രതികരിച്ചിട്ടില്ലല്ലോ. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു സമയമല്ല. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടൈം ഫോർ മലയാളം സിനിമ, ഫോർ കേരള എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. പിണറായി വിജയനും മോഹൻലാലും മമ്മൂട്ടിയും കൂടി ഫഹദ് ഫാസിലിനെ തകർക്കാനാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടാണ് സുജി വീഡിയോ തുടങ്ങുന്നത്. ഒരു വലിയ മൂവ്മെന്റ് വലിയ റിസൾട്ടിലേക്ക് എത്തുന്നു. അത് നിങ്ങളെല്ലാവരും അതിൻ്റെ ഒരു ഹോപ്പിലിരിക്കുന്ന ഒരു സമയത്ത് റിമ മാത്രം പേഴ്സണലി ടാർഗറ്റ് ചെയ്യപ്പെടുന്നു. റിമ മാത്രം എന്നും ഞാൻ പറയുന്നത് ശരിയല്ല, ആഷിഖ് അബു കൂടി ടാർഗറ്റ് ചെയ്യപ്പെടുന്നു. ഇപ്പൊ WCCയിലെ പല അംഗങ്ങളെയും ടാർഗറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു ക്രെഡിബിലിറ്റി തകർക്കാൻ നോക്കുന്നുണ്ട് എന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കും എല്ലാവർക്കും, WCCക്ക് പ്രത്യേകിച്ച്, ഇതിന്റെ നറേറ്റീവ് റൈറ്റ് ഡയറക്ഷനിലാക്കേണ്ട ആവശ്യമുണ്ട് സിന്ധു. ഞാൻ ഇന്നലെ ഫസ്റ്റ് തന്നെ ചെയ്തത് ഗവൺമെന്റ് തന്നെ ഒരുമിച്ച് കൂട്ടിയ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടീം ഹു ആർ ലുക്കിംഗ് ഇൻ ടു ഓൾ ദീസ് അലിഗേഷൻസ് ദാറ്റ് ആർ കമ്മിങ് ഔട്ട് റൈറ്റ് നൗ ഇൻ ദ വേക്ക് ഓഫ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഞാൻ അതിൽ ഭാഗമായിട്ടുള്ള ഐശ്വര്യ ഡോങ്റെ മാമിനെ വിളിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു അലിഗേഷൻ എൻ്റെ മേത്ത് വരുന്നുണ്ട്. അത് എല്ലാ മീഡിയയും ഒരു സെൻസിറ്റീവ് അല്ലാത്ത ജേർണലിസം എന്ന് തന്നെ പറയേണ്ടി വരും, എല്ലാവരും ക്യാരി ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ നെയിം ക്ലിയർ ചെയ്യുക എന്നുള്ളത് ഇവിടുത്തെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടീം അവരന്വേഷിക്കട്ടെ. അതുണ്ടെങ്കിൽ ഉണ്ട് എന്ന് അവർ പ്രൂഫ് തരട്ടെ, ഇല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്യട്ടെ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഡിഫമേഷൻ ഫയൽ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു അവസരത്തിൽ ഞങ്ങളുടെ മൂവ്മെൻറ്റിൻ്റെ ക്രെഡിബിലിറ്റി എനിക്ക് വളരെ വളരെ അത്യാവശ്യമായിട്ട് ഐ ഹാവ് ടു ക്ലിയർ ദിസ് റൈറ്റ് നൗ. ഏഷ്യാനെറ്റ് ന്യൂസ് ആ വാർത്ത കൊടുത്തിട്ടില്ല. കൊടുക്കാത്തതിന്റെ ഈ വാർത്ത മുക്കി എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആരോപണം നേരിടുന്നത്. സുചി ആദ്യം പറയുന്നത് പിണറായി വിജയനും മോഹൻലാലും മമ്മൂട്ടിയും ഫഹദ് ഫാസിലിന്റെ കരിയർ തകർക്കാനാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത് അല്ലെങ്കിൽ തുടങ്ങി വെച്ചത് എന്നാണ്. അത് റിപ്പോർട്ട് ചെയ്യാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് എന്നാണ് ഞാൻ ചോദിച്ചത്. ബിക്കോസ് അത് ആരും റിപ്പോർട്ട് ചെയ്തില്ല. അതിൽ 1 മിനിറ്റ് വരുന്ന എന്നെ കുറിച്ച് പറയുന്നത് മാത്രം എങ്ങനെ റിപ്പോർട്ട് ചെയ്തു ഇവരെല്ലാവരും. റിപ്പോർട്ട് വരുമ്പോഴെങ്കിലും ഇവരൊക്കെ ഇനി മാറും, അല്ലെങ്കിൽ ഇതിൽ അവർ ഇൻക്ലൂസീവ് ആയിക്കൊണ്ട് മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് തോന്നുന്നുണ്ടോ? ഞങ്ങൾ എല്ലാവരും 7.5 വർഷം ഇതിനു വേണ്ടി മാറ്റിവെച്ച്, ഞങ്ങളുടെ കരിയറും ഞങ്ങളുടെ പേഴ്സണൽ ലൈഫും എല്ലാം മാറ്റിവെച്ച് ഇതിന് നിന്നിട്ട് ഇതിന് ഒരു രീതിയിലുമുള്ള ഒരു ആൻസറോ അല്ലെങ്കിൽ ഒരു സൊല്യൂഷനോ ഇല്ലാതെ I am not ready to back out like that. I am sorry. At least ഇതിന് ഇനി ഒന്നും സംഭവിക്കില്ല എന്തെങ്കിലും കൃത്യമായിട്ട് ഗവൺമെന്റ് പറയേണ്ടി വരും. ഇവിടുത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാവരും പറയേണ്ടി വരും. ഞങ്ങൾ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾ എന്തെങ്കിലും പറയേണ്ടി വരും അവർ. ശ്രീ മോഹൻലാൽ ആവട്ടെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാകും, എനിക്ക് ഉത്തരങ്ങളില്ല എന്നാണ്. ഓക്കെ, ശരി, നിങ്ങൾ ഇത്രയും കാലം ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, നിങ്ങൾക്ക് ഉത്തരങ്ങളില്ല. നമുക്ക് ചിന്തിച്ച് തുടങ്ങാലോ. എല്ലാ റെവല്യൂഷൻസും റിനൈസൻസും പുതിയ ചേഞ്ചസും ഉണ്ടാവുന്നത് നമ്മൾ ചിന്തിച്ച് തുടങ്ങുമ്പോഴാണല്ലോ. ഈ റിപ്പോർട്ട് എന്ന് പറയുന്ന ഈ വലിയ ഒരു കാര്യത്തിന്മേൽ ഒരു നടപടിയും ഇപ്പോഴും ഉണ്ടായിട്ടില്ല. ഈ കോടതിയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ മാത്രമാണോ ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ളത്? ഡെഫിനറ്റ്ലി അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്ത്രീകളെ വീണ്ടും കേസ് കൊടുക്കൂ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നതിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് സിന്ധു. അവർ ഇതെല്ലാം ചെയ്ത് അവരൊരു ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ പോയിരുന്ന് സംസാരിക്കുന്നത് അവർക്ക് ഈ ഒരു സിസ്റ്റത്തിൽ വിശ്വസിച്ചിട്ടും ഈ ഗവൺമെൻറ്റിനെ വിശ്വസിച്ചിട്ടുമാണ്. എന്നിട്ട് ഇത് പുറത്ത് വരുമ്പോൾ ഇത് വീണ്ടും ഇവർ കേസ് കൊടുക്കണം എന്ന് പറഞ്ഞ് ഇത് മുഴുവനും ഇവർ റിലീവ് ചെയ്യണമെന്ന് പറയുന്നത്
ഭയങ്കര അൺഫെയർ ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണമെങ്കിൽ സർക്കാർ തന്നെ വേണം. സർക്കാർ അങ്ങനെ ഒരു മൂവ്മെന്റ് നടത്തുന്നതായിട്ട് കാണുന്നില്ല. ഇല്ല ആൻഡ് ഞങ്ങളത് മുന്നോട്ട് പോയി നമ്മൾ CM-നെ കാണാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് സിന്ധു വിചാരിക്കുന്നത്. അതിൽ ഒരു രീതിയിലും നമ്മൾ പിന്നോട്ട് മാറാൻ ഉദ്ദേശിക്കുന്നില്ല.